എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നത് അൻസിബ, ഗബ്രി, ജാസ്മിൻ ഇവരുടെ കണക്ഷനെ കുറിച്ചാണ്. അൻസിബയുടെ ഒരു വലിയ പാര ഗബ്രിക്കും ജാസ്മിനും വരുന്നുണ്ട്. ലൈവിൽ ജാൻമോനിയോട് അൻസിബ ഇവരെ കുറിച്ച് മോശമായി പറയുന്നുണ്ട്. രതീഷ് പുറത്തായതിൽ അൻസിബയ്ക്ക് നല്ല പങ്കുള്ളതായി നമുക്ക് എല്ലാവർക്കും അറിയാം. അൻസിബ നൈസായി രതീഷിനെ സുരേഷിന്റെ ഇഷ്യൂ എടുത്തിട്ട് പുറത്താക്കി. അൻസിബ സൈലന്റ് ആയാണ് ഗെയിം കളിക്കുന്നത്. ജിൻഡോയെയും അൻസിബ രാവിലെ തന്നെ പുറത്ത് കിടന്നതിനെ പറ്റി വിമർശിച്ച് നന്നായി മാനിപ്പുലേറ്റ് ചെയ്യുന്നുണ്ട്. രതീഷ് പോകുമ്പോൾ ബിഗ് ബോസിനോട് തിരിച്ചയക്കാൻ റിക്വസ്റ്റ് ചെയ്തത് ശരിയായില്ല എന്നും പറഞ്ഞു. യഥാർത്ഥത്തിൽ ബിഗ് ബോസിൽ എങ്ങനെ കളിക്കണം എന്നൊരു ശരിയായ ഒരു ഫോർമാറ്റ് ഒന്നും തന്നെ ഇല്ല. മെയിനായി ശ്രദ്ധിക്കേണ്ടത് രണ്ട് കാര്യങ്ങളാണ്: ഫിസിക്കൽ അസാൾട്ട്, അതുപോലെ തന്നെ അബ്യൂസീവ് ആയിട്ടുള്ള വേർഡ്സുകൾ ഒന്നും എടുക്കരുത്. അൻസിബയുടെ ചിന്തകൾ ഒരു ട്രഡീഷണൽ വേ ആണ്. അതേസമയം ജാസ്മിനും ഗബ്രിയും സൂക്ഷിച്ചില്ലെങ്കിൽ പണി വരും. അവർക്കുള്ള പണി അവരുടെ വീക്ക്നെസ് തന്നെ ആയിരിക്കാനാണ് സാധ്യത. ഗബ്രിയും ജാസ്മിനും ഗെയിം കളിക്കുന്നൊക്കെയുണ്ട്, പക്ഷെ അവരുടെ മേലെ ചളിവാരി എറിയാൻ അവസരം എല്ലാവരും നോക്കിയിരിക്കുകയാണ്. ഒരു വലിയ സ്പേസ് ഒഴിച്ചിട്ട് രതീഷ് പുറത്തായി, അതായത് 100 ദിവസവും എലിമിനേഷനിൽ വരാൻ സാധ്യതയുള്ള ഒരാൾ പോയി. അപ്പോൾ സ്വാഭാവികമായും ഒരു പൊതു ശത്രുവിനെ വീട്ടുകാർ വീണ്ടും ഉണ്ടാക്കും. മെജോറിറ്റി അതിനെ സപ്പോർട്ട് കൂടി ചെയ്യുമ്പോൾ അത് അവരെ മാനസികമായി തളർത്തിയേക്കാം. അത് ഗെയിമിനെ ബാധിക്കുകയും ചെയ്യും. ഈ കുടുക്കിൽ ജാസ്മിനും ഗബ്രിയും പെട്ടുപോകാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. പുറത്തിനി ആരും കിടക്കാൻ പാടില്ല എന്ന് ജാൻമോനി ലൈവിൽ ഇപ്പോൾ പറഞ്ഞിരുന്നു. കട്ടിൽ എല്ലാവർക്കും ഉണ്ട്, എല്ലാവരും മുറിയിൽ കിടന്നാൽ മതി. ഇന്ന് രാവിലെ അൻസിബ ജാൻമോനിയോട് സംസാരിച്ചതിന്റെ അനന്തരഫലമാണ് ഈ നിർദ്ദേശം. പുറത്തുള്ള പ്രേക്ഷകർ ഗബ്രിയുടെയും ജാസ്മിന്റെയും റിലേഷൻ മോശമായി കാണാൻ സാധ്യത ഉണ്ടെന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് അൻസിബ ഗബ്രി ജാസ്മിൻ വിഷയത്തിൽ ഡയറക്റ്റായും ഇൻഡയറക്റ്റായും ഇങ്ങനെ ഇടപെടുന്നത്. കുറച്ചു ദിവസം മുൻപ് അൻസിബ ഗബ്രിയോട് എന്തിനാണ് ഇങ്ങനെ ഒരുമിച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ട്. അൻസിബയ്ക്ക് തുടക്കത്തിലെ ജാസ്മിനോടും ഗബ്രിയോടും പ്രശ്നമുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, ബിഗ് ബോസിൽ താനുണ്ടാക്കിയ വലിയ ഒരിടം രതീഷിന് ഉപേക്ഷിച്ചു പോകേണ്ടി വന്നത് വായിലെ നാവിനെ നിയന്ത്രിക്കാത്തത് കൊണ്ടാണ്. അതേപോലെ ഗബ്രിയും ജാസ്മിനും തമ്മിലുള്ള ഇമോഷണൽ ബോണ്ടിങ് അത് എന്ത് തന്നെ ആയാലും അത് അവർക്ക് തന്നെ പാരയാകാതെ ഇരുന്നാൽ നല്ലത്. നന്ദി, നമസ്കാരം.